ഈ സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു ചത്ത പല്ലിനെ ഒരുപാട് ഉറുമ്പുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നൊരു ഷോട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ചത്ത പല്ലിയുടെ ബോഡി എന്ന് പറയുന്നത് സി കെ രാഘവനാണ്. അതായത് മമ്മൂട്ടി അവതരിപ്പിച്ച സി കെ രാഘവനാണ്. ദാറ്റ് മീൻസ് ആ ബോഡി അവിടെ ഉണ്ട്. ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഉറുമ്പുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകളാണ്, തോട്ട്സ് ആണ്. ഒരേ സമയം ഒരുപാട് ചിന്തകൾ ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സി കെ രാഘവൻ്റെ മനസ്സിനെ. കാരണം അദ്ദേഹം ഒരുപാട് ഫിലോസഫി പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും. അതിൻ്റെ അകത്ത് ടേപ്പ് റെക്കോർഡർ കൊണ്ടുവെക്കുമ്പോഴത്തേക്കിന് മനസ്സിലെ ചിന്തകളെയൊക്കെ ഇതിൽ പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഈ പറയുന്ന ആ ഒരു ഷോട്ടിന്. അവിടെ സി കെ രാഘവൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബോഡി ആസ് യൂഷ്വൽ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ പോലെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് അദ്ദേഹത്തെ ഡ്രൈവ് ചെയ്യുന്നത്. ആ ചിന്തകൾ എത്രത്തോളം ഈ പറയുന്ന സോഷ്യലി റിലവൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റാഷണൽ ഫിയർ ഉള്ള വ്യക്തിയാണോ സി കെ രാഘവൻ എന്ന് നമുക്ക് ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന സി കെ രാഘവൻ്റെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് പറഞ്ഞു വെക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇദ്ദേഹത്തിൻ്റെ സെക്ഷുവാലിറ്റിയിൽ കിടന്നു കറങ്ങുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇദ്ദേഹത്തെ പുറത്തിറക്കിക്കൊണ്ട് വന്നതിന് ശേഷം ഇദ്ദേഹം ഈ പറയുന്ന ജേർണലിസ്റ്റുമായിട്ട് അത്രയും ക്ലോസ് ആകുന്നില്ല. അറ്റ് ദ സെയിം ടൈം ആ ലോഡ്ജിൽ താമസിക്കുന്ന പയ്യനുമായിട്ട് പെട്ടെന്ന് അടുക്കുന്നുണ്ട്, പെട്ടെന്ന് കമ്പനി ആകുന്നുണ്ട്, അവനുമായിട്ട് കറങ്ങാൻ പോകുന്നു, അവനോട് പേരുകൾ ചോദിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ആകുന്നൊരു പ്രകൃതമായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സുധീഷ് ഇദ്ദേഹം ഫേമസ് ആയതിനു ശേഷം, ഈ റൈറ്റിങ്സ് ഫേമസ് ആയതിനു ശേഷം വന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ഓട്ടോയിൽ കയറി പോവാണ് സുധീഷിൻ്റെ കൂടെ ബാറിൽ. അങ്ങനെ ബാറിൽ വെച്ചാണ് വിപ്ലവം നടന്നു കഴിഞ്ഞാൽ ചോര വീഴും, ക്യൂബയിലാണെങ്കിലും സ്വന്തം കുടുംബത്താണെങ്കിലും വിപ്ലവം നടന്നു കഴിഞ്ഞാൽ ചോര വീഴുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം സുധീഷ് എന്ന് പറയുന്ന വ്യക്തി എന്താ പറയുന്നത്, അദ്ദേഹം ഒരു സ്ട്രേഞ്ചറാണ്, ബട്ട് ഹീസ് വെരി കംഫർട്ട് വിത്ത് ഹിം. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം മർഡറിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ബാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറാണ്. അദ്ദേഹം ജയിൽ സൂപ്രണ്ടാണ്. ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് വന്നിരുന്ന ഒരു വ്യക്തിയാണ് സി കെ രാഘവൻ. വേറെ പ്രശ്നങ്ങളിലൊന്നും പെട്ടിട്ടില്ല. 20 വർഷമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച് വരുന്ന ഒരു വ്യക്തിയാണ്. വളരെ മികച്ച അഭിപ്രായമാണ് ഇതിലെ ഈ പറയുന്ന ജയിൽ സൂപ്രണ്ട് ഈ അഞ്ജലി അറക്കൽ ഈ പറയുന്ന ജേർണലിസ്റ്റിൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ വീട്ടിലെ വേലക്കാരിക്ക് പകരം ഈ വേലക്കാരി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ വേലക്കാരിയെ പോലെ ജയിലിൽ ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന സി കെ രാഘവൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഭയങ്കര മതിപ്പായിരുന്നു അതിൽ നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറിന് സി കെ രാഘവൻ്റെ അടുത്ത് ഭയങ്കര മതിപ്പാണ്. അപ്പോൾ ഈ പറയുന്ന ആദ്യം പറഞ്ഞ പയ്യൻ, സുധീഷ്, നെടുമുടി വേണു, as well as ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 20 വർഷമായിട്ട് ഇദ്ദേഹം ജയിലിൽ തന്നെയാണ്. ഇദ്ദേഹത്തിന് വീട്ടിൽ പോകണ്ട, ഇദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണ്ട, ജയിലിൽ തന്നെയാണ്. ജയിലിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുരുഷന്മാർ മാത്രമേ ജയിലിൽ വസിക്കുന്നുള്ളൂ. നമുക്കറിയാം സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ജയിലാണ്. ജയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് പറഞ്ഞു വരുന്നത്. അതായത് ഈ പറയുന്ന ജയിലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഹോമോസെക്ഷുവാലിറ്റി നടത്തുന്നുണ്ട്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ജയിലിലുണ്ട് എന്ന് വളരെ ബ്ലാക്ക് ഹ്യൂമറായിട്ടും ഹാസ്യത്തോടെയും സീരിയസ് ആയിട്ടും എല്ലാം പറഞ്ഞു പോയിട്ടുള്ള സിനിമകളുണ്ട്. പക്ഷേ മമ്മൂട്ടി ഈ പറയുന്ന അല്ലെങ്കിൽ സി കെ രാഘവൻ ഈ പറയുന്ന പുരുഷന്മാരുമായിട്ടാണ് കൂടുതൽ കംഫർട്ട്, ഇടപെടാൻ. പക്ഷേ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഹീസ് എ ഗേ, പെർഹാപ്സ്. കറക്റ്റായിട്ടല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനം നമുക്ക് ഇതിൽ കൊണ്ടുവരാം. ഇനി ഇതിലേക്കുള്ള കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യനെ കൊന്നു, പക്ഷെ ഭാര്യയ്ക്ക് കുട്ടികളില്ല. മാർവാടി പെണ്ണുമായിട്ട് ഭയങ്കര അടുപ്പത്തിലായിരുന്നു, പക്ഷെ മാർവാടി പെണ്ണിനെ കൊന്നു. ഇതിൽ ഈ രണ്ട് കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന സി കെ രാഘവൻ ഈ ഫോട്ടോസ് വെച്ച് നോക്കുന്നുണ്ട്. മേ ബി ഇവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. ഈ പറയുന്ന സി കെ രാഘവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ സ്ത്രീകളെ സെക്ഷലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി ആയിരിക്കണം. അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് ഈ കൂടെ പറഞ്ഞു വെക്കാം. മാർവാടി പെണ്ണുമായിട്ടുള്ള അടുപ്പം, ഭാര്യയുമായിട്ടുള്ള അടുപ്പം, എന്നാൽ ഭാര്യയ്ക്ക് ഈ പറയുന്ന ഇവർക്ക് ഈ ദമ്പതികൾക്ക് കുട്ടികളില്ല, ഭാര്യനെ കൊന്നു. അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നതിലുപരി മറ്റു ചില അർത്ഥതലങ്ങളുമുണ്ട്. ഒരുപക്ഷെ അയാൾ അസെക്ഷൽ ആയിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ഒരു ഗേ ആണ്, ഹോമോസെക്ഷൽ ആണ് എന്ന പറഞ്ഞൊരു വ്യാഖ്യാനം പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹം മേ ബി ഒരു അസെക്ഷൽ ആയിരിക്കാം എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഇദ്ദേഹത്തിന് ഒരിക്കലും സ്ത്രീകളെ
സെക്ഷുവലി അല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗികമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കണം. കാരണം ഈ പറയുന്ന ജേർണലിസ്റ്റിൻ്റെ കാര്യം മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്കി 2 സ്ത്രീകളുമായിട്ട് അദ്ദേഹം വളരെ അടുപ്പത്തിലാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഡൽഹിയിൽ നിന്ന് മറ്റൊരു ജേർണലിസ്റ്റ് ഇദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ ഇദ്ദേഹം ഒട്ടും ഇംപ്രസ്ഡ് അല്ലാതെ അധികം സംസാരിക്കാതെ ആ സ്ത്രീയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ത്രീകളുടെ അടുത്ത് പൊതുവെ ഇദ്ദേഹത്തിന് സ്ത്രീകളോട് താല്പര്യമില്ല, മറിച്ച് പുരുഷന്മാരാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സർക്കിളിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ സെക്ഷുവാലിറ്റിയിലുള്ള ഒരു ചോദ്യം. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി തോന്നിയത് CK രാഘവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മടിയനാണ്. CK രാഘവൻ ഒരു മടിയനാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ജോലി ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ തന്നെ കിടക്കുന്നത്. 20 വർഷങ്ങളായിട്ട് ജയിലിൽ തന്നെ കിടക്കണമെന്ന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്യാൻ മടിയുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ ഭാര്യ അത് ചോദ്യം ചെയ്ത് കാണാം, അല്ലെ മാർവാടി പെണ്ണ് ചോദ്യം ചെയ്ത് കാണാം. ഈ പറയുന്ന ക്ലൈമാക്സിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ജേർണലിസ്റ്റ് വരെ ചോദ്യം ചെയ്തതിനാണ് ആ സ്ത്രീനെ കൊല്ലുന്നത്. ഇദ്ദേഹം ഒരു മടിയുള്ള കൂട്ടത്തിലാണ്, മടിയുള്ള വ്യക്തിയാണ്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, ഇദ്ദേഹം ജയിലിൽ കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിലുണ്ടെങ്കിൽ ജയിലിൽ ഈ പറയുന്ന ഏമാന്മാരെയൊക്കെ സൂചിപ്പിച്ച് ബാക്കിയുള്ളവരുടെ കൂടെ ഉള്ള ഈ സഹവാസം, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഇതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുമെങ്കിലും CK രാഘവൻ സ്വയം വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ട. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ട, പണിയെടുക്കാതെ തന്നെ ഫ്രീ ഫുഡ് ആൻഡ് ഷെൽട്ടർ, 4 നേരത്തെ ആഹാരവും ജയിലിൽ കിട്ടും. പണിയെടുക്കാതെ തന്നെ 4 നേരത്തെ ആഹാരവും ജയിലിൽ കിട്ടും. വേറെ പണിയൊന്നും എടുക്കണ്ട, ആരും എങ്ങും പോകാൻ പറയത്തില്ല, എങ്ങും ഇറക്കി വിടത്തില്ല. കാരണം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റേ വീട് ഒഴിഞ്ഞു കൊടുക്കണം പറഞ്ഞാൽ പോകുന്നത് ഈ പറയുന്ന ഭയങ്കര ഫോഴ്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഇദ്ദേഹം ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആവുകയാണ്. ആ പറയുന്ന കൊലപാതകത്തിലേക്ക് നയിച്ചൊരു കാരണം എന്ന് പറയുന്നത് അതാണ് എന്ന് വേണേൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ജയിലിൽ ജയിലിൽ ജോലി ചെയ്യണം. പക്ഷെ അദ്ദേഹം അവിടെ കംഫർട്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മൾ ആ ഒരു രീതിയിൽ മാത്രം അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ജോലി ചെയ്യേണ്ട, 4 നേരത്തെ സുഭിക്ഷമായിട്ടുള്ള ആഹാരം, ആരും ഇറക്കി വിടത്തില്ല, മഴയും വെയിലും ഒന്നും കൊള്ളണ്ട, ജയിലിൽ തന്നെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇത് തന്നെയാണ് അദ്ദേഹം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മളതിനെ ഒരുപാട് വിപ്ലവം അല്ലെങ്കിൽ ഈ പറയുന്ന CK രാഘവൻ അതിനെ ഭയങ്കര മഹത്വവൽക്കരിച്ച് വലിയ വിപ്ലവത്തെക്കുറിച്ചും ക്യൂബനെക്കുറിച്ചും ചൈനയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി അദ്ദേഹം ഒരു മടിയനാണ്. ഇത് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച, അല്ലെങ്കിൽ ഈ പറയുന്ന കൊലപാതകത്തിലേക്ക് ഡ്രൈവ് ചെയ്ത കാര്യം. കാരണം ജയിലിലാണെങ്കിൽ ഈ പറയുന്ന നമുക്ക് വേറെ ഉത്തരവാദിത്തങ്ങളില്ല, നമുക്ക് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. ഭാര്യനെ നോക്കണ്ട, കുട്ടികളെ നോക്കണ്ട, കാമുകിനെ നോക്കണ്ട, ആരുമായിട്ട് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ല. നമ്മൾ ജയിലിൽ മാത്രമാണ്, ജയിലിലുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന കേട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള വ്യാഖ്യാനം. നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ സിനിമയെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ എത്രത്തോളം സിങ്ക് ആകുമെന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങൾ ചർച്ച ചെയ്യുക, നിങ്ങളത് വിലയിരുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.